I've lost my son and grandchild. किसी को पैर नहीं है, मुंडी नहीं है. I've lost my son and grandchild. The river swept them away. I don't have a life anymore. I have lost everything. They have found the body of my son. We'll go to the mortuary to see his body. My family was in Mundakai. They're all dead. They found 2 bodies, but they have yet to find the bodies of 6 to 7 other family members. I don't have a place to live now. I don't have the ability now to find work and build a home. ഒന്നര ആയപ്പോഴാണ് ഫസ്റ്റത്തെ പൊട്ട് ഭയങ്കര ശബ്ദത്തോടു കൂടി ഞാൻ വേഗം വാതിൽ വന്ന് ടോർച്ചടിച്ച് പുറത്തേക്ക് നോക്കുന്നു. കാണുന്ന രംഗം റോഡിന്റെ അക്കരെയുള്ള വീടുകളുടെ ഏകദേശം പകുതി കൂടെയൊക്കെ വെള്ളവും മരം ഒലിച്ചു പോകുന്ന ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തന്നെ എൻ്റെ കുടുംബം എൻ്റെ ഞങ്ങളൊരു 3-4 വീട് അടുപ്പിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞ് പൊട്ടിയിട്ട് വേഗം കയറാൻ പറഞ്ഞ് അവരെ വെള്ളം വരുന്നതിന് മുന്നേ ഞങ്ങൾ എല്ലാവരും കയറി നല്ല സുരക്ഷിതമായ ഒരു സ്ഥലമുണ്ട് അവിടെ കയറ്റി നിർത്തി. അപ്പുറത്ത് പിന്നെയും ചളി പൊതിഞ്ഞ് കിടക്കാൻ ആളുകൾ അവരെ രക്ഷിക്കാനോ കുറേയൊക്കെ നമുക്ക് കുറേ ആളുകളെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1.5 മണിക്കൂർ, ഒരു 3:30 രണ്ടാമത്തെ പൊട്ട് പൊട്ടുന്നത്. ആ രണ്ടാമത്തെ പൊട്ടിലാണ് ഏകദേശം ആ സ്കൂൾ റോഡ്, ഹൈസ്കൂൾ റോഡ് എന്ന് പറഞ്ഞ 100-200 ചില്ലാനും വീടുകൾ ഉണ്ട്. അത്രയും കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന ഏരിയ. അതിന്റെ കൂടെ ഞങ്ങളുടെ മോന് കാലൊടിഞ്ഞിട്ടൊരു മോനുണ്ടായി. അവന്റെ കാലൊടിഞ്ഞ് റെസ്റ്റിലായിരുന്നു. അവനെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ, അവനെ വലിച്ചുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്നു. അവന്റെ കാല് പിന്നെയും ഡേച്ചറായി, മുട്ടൊക്കെ അവന്റെ പിന്നെ ഇളകിപ്പോയി. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. അവനെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. വലിയൊരു കിണർ, പൊട്ടക്കിണർ, അതിലിട്ട് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല. കൂടെ പോയി. पैर नहीं है, मुंडी नहीं है, अपना शरीर का आधा कट हो गया. इस बार तो तकरीबन 150 घर टूट गया. 150 घर, वो हिसाब नहीं बोल सकते. और भी बहुत बाड़ी है. अभी उधर घर पे 2-3 बाड़ी सपड़ा है, वो निकालने के लिए बहुत मुश्किल है. For more informative videos like this, keep watching India Today News Mo.